പ്രണയസഖി ഭാഗം 25. വൈകുന്നേരം ആയപ്പോൾ ശിവയും വർണ്ണയും പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ്. ഇടാനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാനുള്ള തിരക്കിലാണ് വർണ്ണ. ഒടുവിൽ അവൻ വാങ്ങിത്തന്ന ലൈറ്റ് പിങ്ക് കളറിലെ ഒരു സാരി അവൾ കബോർഡിൽ നിന്ന് വലിച്ചെടുത്തു. കുറച്ച് ഓവറാണ്, എന്നാലും ഇതൊക്കെ എന്തിനാണ് വെറുതെ വെച്ച് നശിപ്പിക്കുന്നതെന്ന് ചിന്തിച്ച് അവൾ അത് തന്നെ ഉടുക്കാമെന്ന് കരുതി. റെഡിമെയ്ഡ് ബ്ലൗസ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതെടുത്തപ്പോൾ അതിലെ പ്രൈസ് ടാഗ് നോക്കുമ്പോഴാണ് അതിൻ്റെ വില കാണുന്നത്. 5085 രൂപ. അത് കണ്ടപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ ഞെട്ടലോടെ ഒന്ന് മിഴിഞ്ഞു വന്നു. പ്രൈസ് ടാഗ് കീറിക്കളഞ്ഞ് അവൾ ആ സാരി എടുത്തുടുത്തു. അധികം ഒരുങ്ങാറില്ല, എങ്കിലും ഇന്നെന്തോ ഒരുങ്ങാനൊരു മോഹം. അതുകൊണ്ട് കണ്ണുകളൊന്ന് നീട്ടി എഴുതി പൊട്ടുതൊട്ടു. അവൻ നൽകിയ ആഭരണങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞ് ജിമിക്ക് എടുത്തിട്ടു. നെറ്റിയിൽ ആദ്യമായിട്ട് അല്പം വലുതാക്കി തന്നെ സിന്ദൂരം അണിഞ്ഞു. എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം കണ്ണാടിയിൽ ഒന്ന് മുഴുവനായിട്ട് നോക്കി. ഓവറായോ? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അവൾ സ്വയം കണ്ണാടിയിലൊന്ന് നോക്കി. സാരമില്ല, വല്ലപ്പോഴും അല്ലേ, കുറച്ച് ഓവറായാലും കുഴപ്പമില്ല എന്ന് സ്വയം ചിന്തിച്ച് അവൾ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി. പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയപ്പോഴാണ് ഇനി അവനെ എങ്ങനെ അവൾ ഫേസ് ചെയ്യും എന്ന കാര്യം അവൾ ഓർക്കുന്നത്. അവൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാവും എന്നറിയാൻ അവൾക്ക് അന്നേരം തന്നെ ആകാംക്ഷയായി. വർണ്ണ! അവളെ കുറേ നേരമായിട്ടും കാണാത്തത് കൊണ്ട് അവൻ മുറിയുടെ വാതിൽക്കൽ വന്ന് വിളിച്ചു. അതേ നേരം തന്നെ അവൾ വാതിൽ തുറന്നു. അവൻ്റെ കണ്ണുകൾ വാതിൽക്കലേക്ക് നീണ്ടു. സോഫയിൽ നിന്നും അവൻ പോലും അറിയാതെ എഴുന്നേറ്റ് പോയി അവൻ. ഗോർജിയസ്! അവൻ്റെ ചുണ്ടുകൾ അവൻ പോലും അറിയാതെ അവളെ കണ്ട മാത്രയിൽ തന്നെ അറിയാതെ പറഞ്ഞു പോയി. പിങ്ക് കളറിലുള്ള സാരിയിൽ ശരിക്കും ഒരു ദേവതയെ പോലെ ഉണ്ടായിരുന്നു അവളെ കാണാൻ. അവളെ ആകെ സാരി എടുത്ത് കണ്ടിരിക്കുന്നത് കല്യാണത്തിനന്ന് മാത്രമാണ്. പക്ഷേ അപ്പോഴൊന്നും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ബട്ട് നൗ അവൻ മൂക്കും കുത്തി വീണു എന്ന് തന്നെ പറയാം. അവളെ അങ്ങനെ കാണാൻ അത്രമാത്രം ഭംഗിയുണ്ടായിരുന്നു. പോകാം. അവൾ മുന്നിൽ വന്ന് നിന്നപ്പോഴാണ് അവൻ അവളിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചത്. പുറത്തേക്ക് നടക്കുമ്പോഴും അവൻ്റെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് അവളിലേക്ക് പാറി വീണു. കാറിലിരിക്കുമ്പോഴും ഇടയ്ക്ക് അവൻ അവളെ ശ്രദ്ധിച്ചിരുന്നു. എത്ര തവണ വേണ്ടെന്ന് വെച്ചിട്ടും കണ്ണുകൾ വീണ്ടും വീണ്ടും അവളെ തേടി തന്നെ ചെന്നുകൊണ്ടിരുന്നു. സിഗ്നൽ എത്തിയപ്പോഴേക്കും അവൻ വണ്ടി ഒന്ന് നിർത്തി. അവളെ നോക്കുമ്പോൾ അവൾ പുറത്തേക്ക് നോക്കി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അവൻ അവളെ നോക്കുമ്പോഴാണ് നെറ്റിൻ്റെ സാരിയിലൂടെ അവളുടെ വയറുഭാഗമെല്ലാം കാണാം. അവൻ അപ്പോൾ തന്നെ കണ്ണുകൾ മാറ്റിക്കളഞ്ഞുവെങ്കിലും വീണ്ടും അനുസരണയില്ലാത്തതുപോലെ കണ്ണുകൾ അങ്ങോട്ട് തന്നെ പോകുന്നു. ഉഫ്, കൺട്രോൾ ശിവ, അവൻ സ്വയം പറഞ്ഞു. പക്ഷേ നോട്ടം അങ്ങോട്ട് തന്നെ പോകുന്നു. പിങ്ക് കളർ സാരിയിലൂടെ കാണുന്ന അവളുടെ വെളുത്ത വയറ്. അവൻ അത് കണ്ടതും ഉമിനീരിറക്കിപ്പോയി. ഗ്രീൻ സിഗ്നൽ തെളിഞ്ഞപ്പോൾ തന്നെ അവൻ അവിടെ നിന്നും കണ്ണുകൾ വെട്ടിച്ച് വേഗം തന്നെ വണ്ടിയെടുത്തു. കുറച്ച് സമയമായി യാത്ര തുടങ്ങിയിട്ട്. എങ്കിലും എവിടേക്കാണ് പോകുന്നത് എന്ന് അവൾക്ക് ഇപ്പോഴും അറിയില്ല. അവനാണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന കാര്യം അവളോട് പറഞ്ഞിട്ടുമില്ല. എവിടെ പോകുക ദേവേട്ട? കുറച്ചായിട്ടും അവൻ പറയുന്നില്ല എന്ന് കണ്ടതും അവൾ ചോദിച്ചു പോയി. പക്ഷേ അപ്പോഴേക്കും വണ്ടി എങ്ങോട്ടേക്കോ അവൻ തിരിച്ചു കയറ്റിയിരുന്നു. മുന്നിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിമിഷ നേരം കൊണ്ട് വിടർന്നു. 2 വീലർ ഷോറൂം. വണ്ടി നിർത്തി ഇരുവരും ഇറങ്ങി. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവിടെയുള്ള സ്റ്റാഫ് വന്ന് അവരെ രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചിരുത്തി. ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഒരു അടിപൊളി ബ്ലാക്ക് കളർ ആക്റ്റീവ് തന്നെ ശിവ അവൾക്കായി സമ്മാനിച്ചു. വണ്ടി അവർ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്നിറങ്ങി തിരികെ വീട്ടിലേക്ക് പോകാതെ അവൻ വീണ്ടും വണ്ടി മുന്നിലേക്ക് ഓടിച്ചു. അവൾ അവനെ സംശയത്തോടെ നോക്കിയെങ്കിലും അവനത് കാര്യമാക്കാതെ വീണ്ടും വണ്ടി മുന്നിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. മുന്നിലേക്ക് നോക്കിയിരുന്നവൾ വണ്ടി നിർത്തിയപ്പോൾ സൈഡിലേക്കൊന്ന് നോക്കി. മൈജി. അവിടെ കയറി അവൾക്ക് അവിടെ നിന്ന് ഒരു ഫോണും അവൻ വാങ്ങിക്കൊടുത്തു. എല്ലാം കഴിഞ്ഞ് തിരികെ പോകുകയാണ് ഇരുവരും. സമയം അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് വാങ്ങിക്കാൻ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? വാങ്ങാനുണ്ട്, പക്ഷേ ഈ സാരി ഉടുത്ത് ആകെ മടുത്തു. ഇനി ഇറങ്ങി നടക്കാൻ വയ്യ. വാങ്ങാനുണ്ട്, പക്ഷെ ഇന്ന് പോകണ്ട ദേവേട്ടാ, എനിക്ക് മടുത്തു. നമുക്ക് നാളെ പോവാം. അത് കേട്ടതും അവൻ അവളെ ഒന്ന് കണ്ണുരുട്ടി നോക്കി. എനിക്ക് ഈ സാരി ഒന്നും ഉടുത്ത് നടക്കാൻ മേല. അവൾ പറഞ്ഞതും അവൻ അവളെ ഒന്ന് ഇരുത്തി നോക്കി. നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ എടുത്ത് കൊടുക്കാൻ? അവൻ ചോദിച്ചതും അവൾ തിരികെ ഒന്നും മിണ്ടാൻ പോയില്ല. ആവശ്യമില്ലാത്തതൊക്കെ വാരിച്ചുറ്റി മനുഷ്യന് വഴിതെറ്റിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവൾ നോക്കുന്നില്ലെന്ന് കണ്ടതും അവൻ പിറുപിറുത്തു. വണ്ടി ശേഷം നേരെ വീട്ടിലേക്ക് വിട്ടു. വർണ്ണ ആദ്യം തന്നെ അകത്തേക്ക് കയറി. പിന്നാലെ വാതിലൊക്കെ അടച്ച് ശിവ അകത്തേക്ക് വന്നതും വർണ്ണ അവന് നേരെ തിരിഞ്ഞു. അവൾ തിരിഞ്ഞ് അവൻ്റെ അരികിലേക്ക് വന്നു. അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. അവനത് പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് പിന്നിലേക്ക് ആഞ്ഞുപോയി. അവൾ അവനെ വീണ്ടും ഇറുക്കെ കെട്ടിപ്പിടിച്ചു. അവളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ ശിവ ആകെ ഞെട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത്. അവൻ്റെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും അവൻ ആ ആലിംഗനം ആസ്വദിച്ചിരുന്നു. അതിനേക്കാൾ ഉപരി ആഗ്രഹിച്ചിരുന്നു.
ചേർത്ത് പിടിക്കാത്ത അവൻ്റെ കൈകളിലേക്ക് അവളൊന്ന് നോക്കി. ശേഷം അവനിൽ നിന്ന് അടർന്നു മാറി. തന്നിലും 2 അടി പൊക്കം അവന് കൂടുതലുണ്ട്. എങ്കിലും എത്തിക്കുത്തിയാണെങ്കിലും അവൻ്റെ കവിളിലായി അവൾ അമർത്തിയൊന്ന് ചുംബിച്ചു. ഞെട്ടി. ഈ തവണ ശിവ ശരിക്കും ഞെട്ടി. അങ്ങനെയൊരു കാര്യം അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. താങ്ക് യു. അവൻ്റെ ചെവിക്കരികിലായി പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞുകൊണ്ട് അവനെ വിട്ടുമാറി. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞിരുന്നു. പെട്ടെന്നൊരു ആവേശത്തിൽ ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം അവനെ നോക്കാനാവാത്ത വിധം അവളുടെ മുഖം കുനിഞ്ഞു പോയിരുന്നു. അവനെ നോക്കാതെ അവൾ മുറിക്കകത്തേക്ക് കയറിപ്പോയി. വാതിലിലേക്ക് ചാരി നിൽക്കുമ്പോൾ അവളുടെ മുഖം നാണത്താൽ ഒന്ന് ചുവന്നു തുടുത്തു. മനസ്സാകെ അവനിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നത് പോലെ. അവൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവൾ അവനായി നൽകിയ ആദ്യത്തെ ചുംബനം. മേലാകെ ഒരു ഇലക്ട്രിക് ഷോക്ക് കടന്നു പോയതുപോലെയാണ് അവന് തോന്നിയത്. ആദ്യത്തെ അനുഭവം. പ്രണയം ഇത്ര സുന്ദരമായിരുന്നോ? അവൻ അവൾ ചുംബിച്ച അവൻ്റെ കവിളിലൊന്ന് തൊട്ടു. അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. കുറുമ്പി. അവൻ്റെ ചുണ്ടുകൾ മുഴിഞ്ഞു. അടഞ്ഞുകിടക്കുന്ന അവളുടെ മുറിയുടെ വാതിലിലേക്കൊന്ന് നോക്കി അവൻ പതിയെ ചിരിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് ശിവയും വർണ്ണയും. വർണ്ണ വീട്ടിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ്. ശിവയും അവിടെ എന്തൊക്കെയോ നോക്കി പരതി നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് അവളിലേക്ക് നോട്ടം ചെല്ലുന്നുണ്ട്. പക്ഷേ വർണ്ണയാകട്ടെ അവിടെ നിന്നും പച്ചക്കറിയും മറ്റും ഏറ്റവും നല്ലത് നോക്കി വാങ്ങിക്കുന്ന തിരക്കിലാണ്. എല്ലാം കഴിഞ്ഞ് സാധനങ്ങളെല്ലാം ട്രോളിയിലാക്കി ബില്ലിംഗ് സെക്ഷനിലേക്ക് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്നും പെട്ടെന്ന് വന്ന് ശിവയെ ആരോ തോണ്ടിയത്. ആരാണെന്നറിയാൻ അവൻ തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ ഒരു സ്ത്രീയും ഒരു കുഞ്ഞുമാണ്. അവരെ കണ്ടതും ഇതിനു മുൻപ് എവിടെയോ കണ്ടുമറന്ന മുഖം പോലെ തോന്നി അവന്. പക്ഷേ എത്ര ആലോചിച്ചിട്ടും അവനത് ആരാണെന്നുള്ളൊരു എത്തും പിടിയും കിട്ടുന്നില്ല. തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന ആ പെണ്ണിനെ നോക്കി അവനും അല്പം പുഞ്ചിരിച്ചു. പക്ഷേ അതൊരു വരുത്തി തീർത്ത് ചിരിയായി മാറി. എന്നെ മനസ്സിലായില്ലേ? ആ പെൺകുട്ടി ചോദിച്ചതും ശിവ അവളെ സംശയഭാവത്തിലൊന്ന് നോക്കി. അവരെ നോക്കി അവൻ വർണ്ണയെ നോക്കുമ്പോൾ അവളും ഇതാരാണെന്ന ഭാവത്തിൽ അവനെ നോക്കി സംശയത്തോടെ നിൽക്കുകയാണ്. ഡോക്ടർ ശിവദേവ് മോഹൻ അല്ലേ? ആ പെൺകുട്ടി ചോദിച്ചതും വർണ്ണ ഞെട്ടലോടെ അവനെ നോക്കി. അവനും വർണ്ണയെയാണ് ആ ചോദ്യം കേട്ടപ്പോൾ ആദ്യം നോക്കിയത്. ഞെട്ടലോടെ നിൽക്കുന്ന വർണ്ണയിൽ നിന്നും മുഖം തിരിച്ച് അവൻ ആ പെൺകുട്ടിയെ നോക്കി അതേ എന്ന് തലയാട്ടി. ഞാൻ അശ്വതി. ഡോക്ടറായിരുന്നു ഡെലിവറി ടൈമിൽ എന്നെ നോക്കിയിരുന്നത്. ആ, ഓർമ്മ വന്നു. കോഴിക്കോടായിരുന്നല്ലേ? ആ, കോഴിക്കോടായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡിന് ഇങ്ങോട്ട് ട്രാൻസ്ഫറായി. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ആണോ? എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ആളെ മനസ്സിലായില്ല. അവൻ പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് വർണ്ണയുടെ നേർക്ക് അവൻ്റെ കണ്ണുകൾ പാഞ്ഞു ചെന്നു. അവളാകെ വിളറി നിൽക്കുകയാണ്. കണ്ണുകളിൽ നിന്നും ഇപ്പോഴും ഞെട്ടല് മാറിയിട്ടില്ല. ദാ ഇവളെയാ ഡോക്ടർ നോക്കിയിരുന്നത്. ഇപ്പോൾ ആൾക്ക് 2.5 വയസ്സ് കഴിഞ്ഞു. അവർ പുഞ്ചിരിയോടെ പറഞ്ഞതും ശിവയും അവരെ നോക്കി പുഞ്ചിരിച്ചു. അവരുടെ കൈകളിലിരിക്കുന്ന കുഞ്ഞു പെൺകുട്ടിയെ അവനൊന്ന് കൊഞ്ചിച്ചു. വർണ്ണ ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും അവനോട് തിരികെ ഒന്നും ചോദിക്കാൻ പോയില്ല. ഇത് വൈഫാണോ? ആ, ഇത് വൈഫാണ്. ശരിയെങ്കിൽ ഇനി എപ്പോഴെങ്കിലും കാണാം. വരട്ടെ ഡോക്ടർ. പുഞ്ചിരിയോടെ പറഞ്ഞ് അവർ നടന്നു നീങ്ങി. അവർ പോയതും ശിവ അല്പം പരുങ്ങലോടെ അവളെ നോക്കി. അവൾ അവനെ ഒന്ന് കനപ്പിച്ചു നോക്കി. ശേഷം മുന്നിലേക്ക് നടന്നു. അവളുടെ പിറകെ തന്നെ ട്രോളിയുമായിട്ട് അവനും. കാറിലിരിക്കുമ്പോഴും വർണ്ണ അവനോടൊന്നും സംസാരിക്കാൻ പോയില്ല. അവനെ ഒന്ന് നോക്കാൻ പോലും അവൾ ഭാവിച്ചിരുന്നില്ല. വീട്ടിലെത്തി വണ്ടി നിർത്തിയപ്പോൾ തന്നെ അവൾ വീടിനകത്തേക്ക് കയറിപ്പോയിരുന്നു. അവൻ വീടിനകത്തേക്ക് കയറിയപ്പോഴേക്കും അവൻ അവളെ വിളിച്ചു. വർണ്ണ, ഐ നീഡ് ടു ടോക്ക്. തിരിഞ്ഞു നിന്നിരുന്ന അവൻ വിളിച്ചത് കേട്ടതും അവന് നേരെ തിരിഞ്ഞു. അവളുടെ നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ കണ്ടതും അവൻ ഞെട്ടിപ്പോയിരുന്നു. കാരണം അവൾ കരയൂ എന്ന സ്വപ്നത്തിൽ പോലും അവൻ ചിന്തിച്ചില്ല. താൻ കരയുന്നത് എന്തിനാ? അവൻ ചോദിച്ചിട്ടും അവൾ അവനോട് ഉത്തരവൊന്നും പറഞ്ഞില്ല. അവൻ അടുത്തേക്ക് വന്നു. ദേവേട്ടൻ എന്നെ ഇഷ്ടമല്ലേ? വെറുപ്പാണോ എന്നോട്? വിതുമ്പുന്ന ചുണ്ടുകളോടെ അവൾ ചോദിച്ചതും ആ ചോദ്യത്തിൽ അവനും ആകെ വല്ലാതെയായിപ്പോയിരുന്നു. അടക്കി പിടിച്ച് അവളെ ജീവനാണെന്ന് പറയണമെന്നുണ്ട്, പ്രാണനാണെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ഒന്നും അറിയാതെ അവളെ കൂടി ഈ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് വലിച്ചിടാൻ വയ്യ. അവളെല്ലാം അറിയാനുള്ള സമയം ഇതാണെന്ന് അവന് തോന്നി. താനിരിക്കെ. സോഫയിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞിട്ടും അവിടെ തന്നെ നിൽക്കുന്നവളെ അവൻ തന്നെ കയ്യിൽ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തി. നിനക്ക് എന്നെക്കുറിച്ച് എന്തറിയാം? എനിക്ക് ഒന്നും അറിയില്ല. അറിയണം. നീ എന്നെക്കുറിച്ച് എല്ലാം അറിയണം. എല്ലാം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിനക്ക് തീരുമാനിക്കാം എൻ്റെ കൂടെ കഴിയണമോ അതോ വേണ്ടയോ എന്ന്. അവൻ പറയുന്നത് കേട്ടതും സോഫയിലിരുന്ന് അവൻ്റെ കൈകൾക്ക് മുകളിൽ അവൾ കൈയെടുത്ത് വെച്ചു. ഞാൻ നിങ്ങളെ വിട്ട് പോവില്ല. ഇത്രയൊക്കെ പറയാൻ നിങ്ങളാരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ? കൊല്ലും.
വീറോടെ അവൾ പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ അവൻ പറഞ്ഞതും അവൾ അന്തിച്ചുകൊണ്ട് അവനെ നോക്കി. കൊല്ലും, ഞാൻ ഒരാളെ കൊല്ലും. കൊല്ലാനോ? ദേവേട്ടാ, നീ അറിയണം, ശിവദേവ് മോഹൻ ഇങ്ങനെ ആയിന്ന് നീ അറിയണം. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.